സംസ്ഥാനത്ത് പരക്കെ മഴയാണല്ലോ. കൊച്ചിയിലും തൃശൂരിലും മഴക്കെടുതി രൂക്ഷമാണ്. പതിവ് തെറ്റാതെ കൊച്ചി വീണ്ടും വെള്ളത്തിൽ മുങ്ങി. കാക്കനാട് ഇൻഫോ പാർക്കിലെ സ്ഥാപനങ്ങൾക്ക് അകത്തുവരെ വെള്ളം കയറി. KSRTC ബസ് സ്റ്റാൻഡിലുണ്ടായ വെള്ളക്കെട്ടിൽ യാത്രക്കാർ വലഞ്ഞു. ഇരുചക്ര വാഹനങ്ങളും കാറുകളും ഉൾപ്പെടെ തകരാറിലായി. നഗരത്തിലെ വെള്ളക്കെട്ട് ദുരിതത്തിന് എന്ന് അറുതി വരും എന്നാണ് ജനങ്ങളുടെ ചോദ്യം. കളക്ടറോടാണെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ട്. ഒന്നും നടക്കുന്നില്ല. പിന്നെ ഫുൾ ഒരു 2-3 ബസ് പോയാൽ തന്നെ ഫുൾ വെള്ളം ഞങ്ങൾക്ക് ഇതിലേക്ക് കയറും. കാല് ചൊറിച്ചിലാവും, വെള്ളം കടി, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂ എല്ലാം ഉണ്ടാവാറുണ്ട് ഇതുമൂലം. ഈ റോഡൊക്കെ ബ്രേക്ക് ത്രൂ ഉൾപ്പെടുത്തി വൃത്തിയാക്കിയതാണ്, കാനകൾ എന്നൊക്കെ പറഞ്ഞാണ്. എന്നിട്ടും ഈ ഗതിയാണോ? എല്ലാ വർഷവും ഇത് പറയുന്നുണ്ട്. പക്ഷേ മഴ വന്നാൽ കടക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പം സ്ഥിരം നന്നാക്കാന്ന് പറയും, നന്നാക്കൂല. ഇവിടെ ആരും തിരിഞ്ഞു നോക്കാറില്ല. ഒരു കൗൺസിലർമാർ വേണ്ടപ്പെട്ടവർ ആരും തിരിഞ്ഞു നോക്കാറില്ല. അയ്യോ കഷ്ടപ്പാടാണ്, കണ്ടില്ലേ? ടയർ മൊത്തം മുങ്ങിക്കണേണ്. കഷ്ടപ്പാടാണ്. മുല്ലശ്ശേരി കനാലിലെ പണികളൊന്നും അങ്ങനെ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. മഴക്കാലപൂർവ്വ ശുചീകരണം, അതോടൊപ്പം തന്നെ ചെളി നീക്കം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതടക്കം പൂർത്തിയാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ മഴക്കെടുതികൾ സംഭവിക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡിൽ ഇന്നലെ ശക്തമായ വെള്ളക്കെട്ടായിരുന്നു. മഴ കുറഞ്ഞതുകൊണ്ട് വെള്ളം അല്പം ഒഴിഞ്ഞു തുടങ്ങി. വെള്ളക്കെട്ട് വലിയ ദുരിതമാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞ് എറണാകുളം ജില്ലയുടെ അവസ്ഥ ഇതാണ്. പ്രത്യേകിച്ച് KSRTC സ്റ്റാൻഡ് ഒന്നും എല്ലാ വർഷവും ഇത് തന്നെ. KSRTC സ്റ്റാൻഡ് ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലാണ്. നിങ്ങളാണല്ലോ ഇട റോഡുകളിലൊക്കെ കൂടുതലായിട്ട് പോകുന്നത്. പല റോഡുകളിൽ ഇന്നലെയൊക്കെ വെള്ളം കെട്ടുണ്ടായി. ഓട്ടം പോകാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനും? യാത്രക്കാർ ഞങ്ങളെ വന്ന് തെറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്ങോട്ട് പോകാനോ? ഇതേ വണ്ടി ഇതല്ലേ. ഇപ്പോൾ വണ്ടി അരമണിക്കൂറായി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് പറ്റുന്നില്ല, സ്റ്റാർട്ടാകുന്നില്ല. ഒരുപാട് നേരമായി ചേട്ടൻ നോക്കുന്നു വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഈ മഴക്കെടുതി മൂലം ഉണ്ടാകുന്നുണ്ട് എന്നതാണ് പറയുന്നത്. ഈ വഴിനട അല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്ക് മാത്രമല്ല, അതോടൊപ്പം പല ആളുകളും, കച്ചവടക്കാർക്ക്, അതോടൊപ്പം തന്നെ ഓട്ടോ തൊഴിലാളികൾക്ക് ഒക്കെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ കൊച്ചിയുടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ശക്തമായ മഴ പെയ്താൽ ഒറ്റ നേരം കൊണ്ട് അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ വെള്ളം വലിയതോതിൽ തന്നെ കെട്ടാറുണ്ട്. അതൊന്നും ഈ ഡ്രെയിനേജ് സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നവും കൂടിയാണ്. ഡ്രെയിനേജ് ഓവർഫ്ലോ ആകുന്നു, അല്ലെങ്കിൽ അവിടെ വെള്ളം കൂടുതൽ വരുന്നു, അങ്ങനെ മറ്റിടങ്ങളിലേക്ക് വരുന്നു. പ്രത്യേകിച്ചും ഈ ചെളി വെള്ളമൊക്കെയാണ് കൂടുതലായും എത്തുന്നത്. അതും ഏവരെയും സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നഗരം ഹൈടെക് ആണെന്നൊക്കെ പറയുമ്പോഴും ശക്തമായൊരു ഒറ്റ മഴ മതി കൊച്ചി വെള്ളത്തിൽ മുങ്ങാൻ. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവും കൊച്ചി കോർപ്പറേഷൻ്റെ മറ്റു പദ്ധതികളും ഒക്കെയുണ്ടെങ്കിലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആകുന്നില്ല. എന്തിന്, മഴക്കാലപൂർവ്വ ശുചീകരണം പോലും കാര്യക്ഷമമല്ലെന്നാണ് പരാതികൾ. വെള്ളക്കെട്ട് പലയിടങ്ങളിലും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ദുരിതം ഇപ്പോഴും ബാക്കിയാണ്. മഴ വീണ്ടും ശക്തി പ്രാപിച്ചാൽ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോകാം. ക്യാമറമാൻമാരായ ബിനു പാവുമ്പയ്ക്കും മനോജ് മാടശ്ശേരിക്കും വേണുവിനും റിപ്പോർട്ടർ ശ്യാമപ്രസാദ് ഉത്തമനുമൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.